നമുക്ക് രണ്ടുപേർക്കും ഇന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാമെന്ന് വിചാരിച്ചു. കാര്യം എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പം പിന്നെ എവിടേക്കെങ്കിലും നടക്കാനൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം എപ്പോഴും പോകുന്ന സ്ഥലത്ത് തന്നെ പോകാനൊരു മടി എനിക്ക്. അപ്പം നമ്മൾ ഇതുവരെ പോവാത്ത, എന്നാലോ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വാക്കിംഗ് ഏരിയയോ ട്രെയിലോ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണ് ബ്രാൻഡ്ഫോർഡ് കൺസർവേഷൻ ഏരിയ നമ്മൾ കണ്ടത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് രണ്ടുപേരും. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, ഇവിടെ എൻട്രി ഫീ ഉണ്ടോ ഇല്ലെങ്കിൽ ക്യാമ്പിംഗ് സൈറ്റ് മാത്രമാണോ ഉള്ളത്, എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പൊതുവേ ഒരു കൺസർവേറ്റീവ് ഏരിയയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതും പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആൾക്കാരൊന്നും കാണാത്തത് കൊണ്ട് നമുക്ക് ആരോടും ചോദിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വൈബായിരുന്നു. കാര്യം ഒച്ചയും ബഹളവും ഒന്നുമില്ല. നല്ല കാം എൻവയോൺമെൻ്റ് ആണ്, നല്ല നീറ്റാണ്. അപ്പം ഞങ്ങൾക്ക് അത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഇപ്പം ഒരു ബോർഡ് കാണുന്നത്. ഈ ബോർഡിൽ എല്ലാ ഡീറ്റെയിൽസും, എൻട്രി ഫീയും ക്യാമ്പിംഗ് സൈറ്റിൻ്റെ ഫീസും എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ഓഫീസിലെങ്കിലും കുറച്ച് ഡ്രൈവ് ചെയ്താൽ എന്തായാലും ഒരു അഡ്മിഷൻ ഫീ കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇപ്പം എന്തായാലും ഉള്ളിലേക്ക് കടക്കാനുള്ളൊരു പ്ലാനൊന്നും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി 6:30 ആയി. പിന്നെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്യാമ്പിങ്ങിനോ കാര്യത്തിനോ ഒന്നും വന്നതല്ല, വെറുതെ നടന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ടേൺ ചെയ്ത് നമ്മൾ നടക്കേണ്ട ഒരു ഏരിയയൊക്കെ ഉണ്ട്, അവിടേക്ക് പോകാമെന്നുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്യാണ്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു വയനാടിൻ്റെ അതേപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ പോകുമ്പം നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് എത്താനായി. ഒന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് ഗൈസ്. ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല. അത് നല്ലൊരു പെർഫെക്റ്റ് വെതറാണ്. ഈ ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ വെതറാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും ഈ വെതറിനെ പറ്റി എന്തെങ്കിലും ഞാൻ പറയാറുണ്ട്. നാട്ടിലാകുമ്പോൾ നമുക്ക് ഇതൊന്നും നോക്കണ്ട. ബട്ട് ഇവിടെ വെതർ നോക്കാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അത് പാളും. നമ്മളൊരു വാക്ക് വേയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നല്ലൊരു ചെറിയൊരു ലേക്ക് ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ സെമെട്രി ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണോന്ന് അറിയില്ല, ഇവിടെ ഒരു പില്ലർ കാണാം. ആ പില്ലറിൽ കുറേ ആൾക്കാരുടെ പേരും കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ വെച്ചിരിക്കുന്നത് കാണാം. ലേക്കിൻ്റെ അടുത്ത് ഒരു ഗൂസ് ഫാമിലി, അച്ഛൻ അമ്മ 2 കുട്ടികളായിട്ട് നടക്കുന്നത് കണ്ടു. അതിനെ പോലും വെറുതെ വിടില്ല ഞാൻ. അപ്പുറത്തെ കരയിലേക്ക് പോയില്ലേ. നൈസായിട്ട് ഫെറി സർവീസ് പോലെ അല്ലേ. കാനഡയിലെ വിൻ്ററും സ്പ്രിങ്ങും സമ്മറും ഫോളും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവററ്റ് സീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് സ്പ്രിങ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി സീസൺ സ്പ്രിങ്ങും പിന്നെ സമ്മറും ആണ്. ഇതാണ് ഇവിടുത്തെ സെമെട്രി. നാട്ടിൽ പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പേടിയാണ്. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ നടക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് സെമെട്രിയിൽ പോവാറുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ കണ്ട് നടന്ന് കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലോണം വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. അതുമാത്രമല്ല ഈ വെളിച്ചം നിങ്ങൾ നോക്കണ്ട, ഇതൊരു 7:30-8 മണി ആയതിൻ്റെ വെളിച്ചമാണ്. പിന്നെ നേരെ വിട്ടത് ഐസ്ക്രീം കഴിക്കാനാണ്. ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ രാത്രിത്തെ ഡിന്നർ ഇനി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡ് പാർസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം ഇന്നൊരു നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.